നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഭീതിയുടെ പോരാട്ടം തുടരുന്നു. രാജ്യത്തെ ഞെട്ടിച്ച പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ സൈനിക നടപടികൾക്ക് തുടർച്ച. ഭീകര സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിൽ ക്യാമ്പിനുള്ളിൽ സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കി. വ്യോമതാവളത്തിൽ കടന്ന മുഴുവൻ പേരെയും വധിച്ചതായും റിപ്പോർട്ടുകൾ. അതേസമയം ആക്രമണം നടത്തിയ തീവ്രവാദികൾ നടപ്പിലാക്കിയത് സൈനിക തന്ത്രമെന്ന് സുരക്ഷാ ഏജൻസികൾ. പത്താൻകോട്ടിൽ എത്തിയത് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെക്കാൾ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെന്നും വിലയിരുത്തൽ. 3 ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ നഷ്ടമായത് 7 സൈനിക ജീവനുകൾ. പഞ്ചാബിൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാത്തത് ഗുരുതര വീഴ്ച. SP-യുടെ വാഹനം തട്ടിയെടുത്ത സംഭവത്തിലെ പോലീസിന്റെ മെല്ലപ്പോക്ക് നയവും ഭീകരർക്ക് അനുകൂലമായി. വീരപുത്രന് അശ്രുപൂജ. മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാവ് നിരഞ്ജൻ കുമാറിന്റെ സംസ്കാരം ഇന്ന്. എളമ്പിലാശ്ശേരിയിലെ UP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം അല്പസമയത്തിനകം തറവാട്ടുവളപ്പിൽ സംസ്കരിക്കും. കോഴിക്കോട്ട് നിന്ന് ഇന്നലെ രാത്രിയോടെ പാലക്കാട്ടെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിരഞ്ജന്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി AP അനിൽകുമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഭീകരതയിൽ നിലപാട് കടുപ്പിച്ച്. പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയുടെ സമ്മർദ്ദം. ആക്രമണ പദ്ധതികൾക്കായി ഭീകരർ ഇന്ത്യയിലെത്തിയത് പാകിസ്ഥാനിൽ നിന്നു തന്നെയെന്ന് ഇന്ത്യ. ഇതു സംബന്ധിച്ച് തെളിവുകൾ കൈമാറിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വഴി. ഭീകരാക്രമണം നടന്ന പത്താൻകോട്ട് വ്യോമസേനാ താവളം പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിമാരും ഇന്നു സന്ദർശിക്കും. ഭീകരർക്കെതിരെയുള്ള സൈനിക നടപടികളും സർക്കാർ വിലയിരുത്തും. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറിയതോടെ ഈ മാസം ചേരാനിരുന്ന ഇന്ത്യ-പാക് സെക്രട്ടറി തല ചർച്ച നടക്കില്ലെന്ന് ഉറപ്പായി. ജനരക്ഷാ യാത്ര കാസർകോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള VM സുധീരന്റെ ജനരക്ഷാ യാത്ര ഇന്ന് കാസർകോട്ട്. ഉദുമ നിയോജക മണ്ഡലത്തിൽ പര്യടനം ആരംഭിക്കുന്ന യാത്ര പര്യവസാനിക്കുന്നത് തൃക്കരിപ്പൂരിൽ. ഇന്നലെ കാസർകോട്ട് കുമ്പളയിൽ നിന്ന് തുടക്കമായ യാത്ര ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ UDF-ന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് സുധീരൻ. ഇതിനായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി അണിനിരക്കുന്നതിന്റെ വിളംബരമാണ് ജനരക്ഷാ യാത്രയെന്നും KPCC പ്രസിഡന്റ്. യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ BJP-ക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. സംഘർഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ഇരു പാർട്ടികളുടെയും ചർച്ചകൾ യഥാർത്ഥ സമാധാനത്തിനു വേണ്ടിയെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി. അതിരുകടന്ന പ്രതിഷേധം. ഭീകരവാദ കുറ്റത്തിന് ഷിയ പുരോഹിതനടക്കം 47 പേരെ വധിച്ച സൗദിയുടെ നടപടി പുതിയ തലത്തിലേക്ക്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ച് സൗദി അറേബ്യയും ബഹ്റിനും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സൗദിക്ക് പിന്തുണയുമായി UAE. പ്രതിഷേധം പങ്കുവച്ച് ഖത്തർ. ഇറാനുമായുള്ള എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും നിർത്തിവെച്ചും പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയും സൗദിയുടെ പ്രതിഷേധം. 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാനും നിർദ്ദേശം. സൗദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സുഡാൻ. ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളെല്ലാം സൗദി അറേബ്യയെ പിന്തുണയ്ക്കുമെന്ന് വിലയിരുത്തൽ. പ്രശ്നത്തിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്ന് US-ഉം ജർമ്മനിയും. മധ്യസ്ഥതാ വാഗ്ദാനവുമായി റഷ്യയും രംഗത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.